ശബരിമല ദേവസ്വത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും നല്ല ദേവസ്വം മന്ത്രിമാരിൽ ഒരാൾ അങ്ങയുടെ പാർട്ടിക്കാരനാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണ്, ശ്രീ ജി സുധാകരൻ. ശബരിമലയുടെ ചരിത്രത്തിലെ ഏറ്റവും നല്ല ബോർഡുകളിൽ ഒന്ന് കോൺഗ്രസുകാരുടെ ബോർഡാണ്. പ്രയാർ സാറും അജയ് തറയിൽ സാറും ഇടുന്ന ബോർഡ്. അയ്യപ്പ വിശ്വാസികൾക്കും ഹിന്ദു ഐക്യത്തിനും മലയേറിയന്മാർക്കും പിന്നോക്കക്കാർക്കും വേണ്ടി അവർ കഴിയുന്ന എല്ലാം ചെയ്യും. ശബരിമലയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ല ഭക്തരിൽ ഒരാളെന്ന് നമുക്ക് എണ്ണം എടുത്ത് പറയാൻ കഴിയുന്നത് കാവി ധരിക്കാത്ത സന്യാസിയായ BJP-യിലെ ഒരു കുമ്മൻ രാജശേഖരനാണ്. ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല, അങ്ങ് ഇതൊരു പൊളിറ്റിക്കൽ ഡിഫൻസ് എടുക്കരുത്. അതായത് അയ്യപ്പന്റെ സ്വർണം ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ കട്ടു, അയ്യപ്പന്റെ സ്വർണം ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ കട്ടു, അയ്യപ്പന്റെ സ്വർണം ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ കട്ടു. എന്താ തെളിവ്? ഹൈക്കോടതി വിധി 10-ാം പേജ് വളരെ വ്യക്തമായി ഹൈക്കോടതി പറയുന്ന കാര്യങ്ങൾ. ആകെ അവിടെ വിജയമല്യ കൊണ്ടുവന്ന സ്വർണം 30.291 ഗ്രാം എന്ന് പറഞ്ഞാൽ 30 കിലോഗ്രാം. ദ്വാരപാലികളിലുള്ള സ്വർണം 1.1 കിലോഗ്രാം. ആര് പറഞ്ഞു നിങ്ങളോട്? സാറേ ഹൈക്കോടതി വിധിയിലുണ്ട്. ഞാൻ ഹൈക്കോടതി വിധി പേജ് നമ്പർ 10 പാരഗ്രാഫ് 17 വായിക്കുകയാണ്. ഞാൻ ഹൈക്കോടതി ഇന്നലത്തെ വിധി പേജ് നമ്പർ 10 പാരഗ്രാഫ് 17 വായിക്കുകയാണ്. എന്റെ കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല സാർ. ആ വിധി ഒന്ന് വായിക്കണം, ആ വിധി ഒന്ന് വായിക്കണം. ഇത് ഹൈക്കോടതി വിധിയിൽ ഹൈക്കോടതി കണ്ടെത്തലായി ഓർഡറിന്റെ ഭാഗമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. 3-4 കാര്യങ്ങളൂടെ അങ്ങയുടെ കേൾവിക്ക് വേണ്ടി പറയാം. ഒന്ന്, അങ്ങനെ ദ്വാരപാലക ശില്പങ്ങളിൽ സംശയമന്യേ, കൃത്യമായി ഹൈക്കോടതി ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അൺമിസ്റ്റേക്കബിളി കൺക്ലൂഡഡ്, ഗോൾഡ് ക്ലാഡിംഗ് ആണ്, ഗോൾഡ് പ്ലേറ്റിംഗ് അല്ല, ഗോൾഡ് ക്ലാഡിംഗ് ആണ്. ഇനി ഹൈക്കോടതി തന്നെ രസകരമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ ഗോൾഡ് ക്ലാഡിംഗ് ആയിരുന്നു, ഇങ്ങോട്ട് വന്നപ്പോൾ ഗോൾഡ് പ്ലേറ്റിംഗ് ആണ്. അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ ഗോൾഡ് ക്ലാഡിംഗ് ആയിരുന്നു, ഇങ്ങോട്ട് വന്നപ്പോൾ ഗോൾഡ് പ്ലേറ്റിംഗ് ആണ്. അടുത്തത് ഹൈക്കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വരി, അവസാന വരി, there also appears to be a distinct and grave possibility. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് യഥാർത്ഥത്തിൽ ഒരു വലിയ സാധ്യതയുണ്ട്. ഒറിജിനൽ ഗോൾഡ് ക്ലാഡഡ് ദ്വാരപാലകാസ് ആർക്കെങ്കിലും മറിച്ചു വിറ്റു. ഹൈക്കോടതി ഇന്നലത്തെ വിധി പേജ് നമ്പർ 10 17-ാം പാരാഗ്രാഫ്. ഇത് ഹൈക്കോടതി കണ്ടെത്തി, ഹൈക്കോടതി എഴുതിയെടുക്കുന്ന ഒബ്സർവേഷൻ അല്ല. പ്രകാശൻ സഖാവ് തെറ്റിദ്ധരിക്കരുത്, ഇത് ഒബ്സർവേഷൻസോ നിരീക്ഷണങ്ങളോ അല്ല. 17-ാം പാരാഗ്രാഫിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിജിലൻസ് ഓഫീസറുടെ അടക്കം കണ്ടെത്തൽ പരിശോധിച്ച് എഴുതി വെക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ മോഷണം നടന്നു കഴിഞ്ഞു. 1.5 കിലോഗ്രാം ഇതുവരെ മോട്ടിച്ചു. ഇനി എത്ര കിലോഗ്രാം മോട്ടിച്ചു എന്നറിയില്ല. അവിടെയാണ് ശ്രീ വേണു ചോദിച്ചത്. കട്ടല കൊണ്ടുപോയിട്ടുണ്ട്. കട്ടലയിലെ ഇനിയും ഗോൾഡ് ക്ലാഡിംഗ് മാറ്റി ഗോൾഡ് പ്ലേറ്റിംഗ് ആക്കിയോ? അതായത് സിമ്പിളായി പറഞ്ഞാൽ സ്വർണം പതിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് സ്വർണം വേണ്ടി വരും. സ്വർണം പൂശാൻ കുറച്ചേ വേണ്ടി വരുള്ളൂ. പക്ഷെ നമ്മൾ സാധാരണക്കാർക്ക് സ്വർണം പൂശലും സ്വർണം പതിക്കലും നമ്മൾ തിരിച്ചറിയാൻ പറ്റൂല. രാഹുൽ, ഇന്ന് മുരാരി ബാബു എന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ചെമ്പ എന്ന് പറഞ്ഞ് എഴുതുന്നതിന്റെ സാഹചര്യം തന്ത്രിയുടെ ഒരു വാചകം എടുത്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. തന്ത്രി അദ്ദേഹത്തിന് എഴുതി കൊടുത്തത് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ വാക്കുകളാണ്: സ്വർണം പൂശിയത് തെളിഞ്ഞ് ചെമ്പായിട്ടുള്ളത് വീണ്ടും പൂശണം. ഇങ്ങനെ ഒരു കത്ത് എഴുതി തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഈ പ്രിലിമിനറി ആയിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കുന്നത് എന്ന്. അതിനുള്ള മറുപടി അല്ല, ഒന്ന്, കത്ത് എവിടെ? ആ കത്ത് നമ്മൾ ആരും കണ്ടില്ല. 2, ശ്രീ മുരാരി ബാബുവിനോട് വളരെ താഴ്മയായ ഒരു നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അയ്യപ്പൻ പറഞ്ഞു എന്ന് പറഞ്ഞില്ലല്ലോ, അത് തന്നെ വലിയ കാര്യം. തന്ത്രി പറഞ്ഞു എന്നല്ലേ പറഞ്ഞുള്ളൂ. മറ്റേ ദേവസ്വം അംഗത്തിന് സ്വപ്ന ദർശനം കിട്ടിയതുപോലെ സ്വാമി അയ്യപ്പൻ എന്റെ സ്വപ്നത്തിൽ വന്ന് എന്റെ ദ്വാരപാലകരുടെ സ്വർണം പൂശിയതിൽ നിന്ന് മാറിയെന്ന് പറഞ്ഞില്ലല്ലോ. മുരാരി ബാബു അല്ലല്ല, ഒറ്റ വരിയെ എടുക്കും. മുരാരി ബാബു പറഞ്ഞ കള്ളത്തിന്റെ എത്ര ആഴം എന്താണെന്നറിയാമോ? സ്വർണം പൂശിയതിൽ ചെമ്പ് തെളിഞ്ഞു എന്നാണ്. അത് സ്വർണം പൂശിയതല്ല, ഗോൾഡ് ക്ലാഡഡ് ആണ്. അല്ല രാഹുൽ, സ്വർണം പൂശിയത് എന്ന് പറയുന്നത് ആ വാക്കുകൾ തന്ത്രിയുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുരാരി ബാബു പറഞ്ഞിരിക്കുന്നത്. എഴുത്ത് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട, അല്ല അത് ശരിയായൊരു ചോദ്യമാണ്, അതുപോലെ തന്നെ പ്രധാനമാണ്. മുരാരി ബാബു പറഞ്ഞ് പകലന്തിയായി കഴിഞ്ഞു. ഏത് തന്ത്രി ഇങ്ങനെ ഇല്ലാത്തൊരു കത്ത് ഇങ്ങനെ ഒരാൾ വിളിച്ചു പറയുന്നുവെങ്കിൽ ആ തന്ത്രിക്ക് നിഷേധവുമായിട്ട് വരാം. വന്നിട്ടില്ല. മുരാരി ബാബുവിന്റെ പീരീഡ് എടുത്തിട്ട് മുരാരി ബാബുവിന്റെ പീരീഡ് എടുത്തു കഴിഞ്ഞാൽ രാഹുൽ, ഞാൻ പറയാം. ചോദ്യം കേട്ടു, അതുകൊണ്ടാണ് പറയുന്നത്.